ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻജോയ് ലൈഫ് മീഡിയയിലേക്ക് സ്വാഗതം. കഷ്ണങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അത് രാവിലെ ഇഡ്ഡലിയുടെ കൂടെയൊക്കെ കഴിച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ സാമ്പാർ പരിപ്പ്, തുവരപ്പരിപ്പാണ് ചേർക്കുന്നത്. ഞാൻ 250 ഗ്രാം പരിപ്പ് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വെച്ചിട്ടുള്ള പരിപ്പ് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഇനി ഈ പരിപ്പ് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. പരിപ്പ് എടുത്തിട്ടുള്ള അതേ ബൗളിൽ തന്നെ ഞാൻ 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു 4 വിസിൽ ഞാൻ ഈ കുക്കറിൽ വേവിച്ചെടുക്കാം. നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടണം. പരിപ്പ് നമ്മൾ 4 വിസിൽ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. പരിപ്പ് നന്നായിട്ട് വേവിച്ചത് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം. കണ്ടോ? ഇനി നമ്മളൊരു അരപ്പ് തയ്യാറാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് 2 തക്കാളി, ഒരു 4 അല്ലി വെളുത്തുള്ളി, ഒരു 6 വറ്റൽമുളക്, അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ ജീരകം കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി മിക്സിയിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. സാദാ ജീരകമാണ് നമ്മൾ ചേർക്കേണ്ടത്, പെരുംജീരകമല്ല. 1/2 ടീസ്പൂൺ സാദാ ജീരകം. ഇതുപോലെ പേസ്റ്റ് പോലെ നന്നായിട്ട് അരച്ചെടുക്കുക. വെള്ളമൊന്നും ചേർക്കേണ്ട, തക്കാളി തന്നെ നന്നായിട്ട് വെള്ളമുണ്ട്. ഇനി നമുക്ക് സാമ്പാർ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇനി നമ്മളൊരു കുക്കർ അടുപ്പത്തേക്ക് വെക്കുക. കുക്കറല്ല, ഏത് പാത്രമായാലും മതി. ഞാനിപ്പോൾ ഒരു കുക്കറാണ് എടുത്തിട്ടുള്ളത്. അത് ചൂടാകുമ്പോഴേക്കും നമുക്കതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കടുക്. കടുക് പൊട്ടി വരുമ്പോഴേക്കും വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം. ഇനി അതിലേക്ക് നീളത്തിലരിഞ്ഞ സവാള ചേർത്ത് കൊടുക്കാം. ചെറിയ സവാള ആയതുകൊണ്ട് ഞാനൊരു 3 എണ്ണം എടുത്തിട്ടുണ്ട്. സവാള ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സവാള ഒരു 2 മിനിറ്റോളം നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പേസ്റ്റ് ചേർത്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ പച്ച മണമൊക്കെ മാറി എണ്ണ തെളിഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള പരിപ്പ് ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുക്കാം. എൻ്റെ വലിയൊരു കപ്പിൽ നമ്മൾ പരിപ്പ് വേവിച്ച് വെച്ച ആ വലിയൊരു പാത്രത്തിൽ ഞാൻ വെള്ളം ചേർക്കുന്നുണ്ട്. കാരണം പരിപ്പ് കൂടുതൽ ചേർക്കും തോറും സാമ്പാർ കട്ടിയാവും, നല്ല തിക്കാവും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. പരിപ്പൊക്കെ അതിനകത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ചേരണം. ഞാൻ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ടുണ്ട്. നമ്മൾ പരിപ്പ് എടുക്കുന്നതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിക്കുക. കാരണം കൂടുതൽ പരിപ്പാകുമ്പോഴേക്കും നന്നായിട്ട് തിക്കാവും. നമ്മൾ ഉണ്ടാക്കി ഓഫാക്കി വെച്ച് കുറച്ച് നേരം കഴിയുമ്പോഴും നന്നായിട്ട് തിക്കാവും. അപ്പം കുറച്ച് കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കുക, നമ്മൾ പരിപ്പ് ഒരുപാട് എടുക്കുവാണെങ്കിൽ. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരണം. സാമ്പാർ നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി കുറച്ച് വെള്ളത്തിലിട്ട് പിഴിഞ്ഞെടുത്തതാണ്, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത്. നോക്കിയിട്ട് കുറവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഫൈനലായിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരല്പം മല്ലിയില അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറവായതുകൊണ്ട് ഞാനൊരല്പം ഉപ്പുകൂടി ചേർക്കുന്നുണ്ട്. ഏകദേശം ഒരു ടീസ്പൂൺ ഉപ്പുകൂടി ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സാമ്പാർ തയ്യാറായിട്ടുണ്ട്. ഇത് നമ്മൾ മെയിനായിട്ട് ഇഡ്ഡലി, ദോശയുടെ കൂടെ കഴിക്കാൻ പറ്റിയ സാമ്പാറാണ്. ചോറിൻ്റെ കൂടെ കഴിക്കുന്നതിനേക്കാളും ഇഡ്ഡലിക്കും ദോശയ്ക്കും പറ്റിയൊരു കോംബോയാണ് ഈ ഒരു സാമ്പാർ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക. പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.